നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി കാരണമുണ്ടായ നോ കോൺടാക്റ്റ്, അതിലൊരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇപ്പോഴത്തെ. അത് കഴിഞ്ഞ് നമ്മൾ ചോദിക്കുക ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് ചോദിക്കും. പിന്നെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് ചോദിക്കും. പിന്നെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോഴത്തെ, അത് ചോദിക്കും. ഇനി എന്താണ് വരാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇത് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ചില സമയത്ത് ഈ കാർഡ്സ്, ഈ ഓറക്കിൾ കാർഡ്സ് എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ, ചില സമയത്ത് ഇതിനുള്ള പ്രതിവിധി എന്താണ്, അല്ലെങ്കിൽ ഇനി എന്താണ് വരാൻ പോകുന്നത്, ഇതൊക്കെയാണ് കാണിക്കാറ് ഈ ഓറക്കിൾ മെസ്സേജസ്. ഒരു പ്രാവശ്യം കൂടെ ഷഫിൾ ചെയ്തിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓം നമഃ ശിവായ. നമുക്ക് ചോദിക്കാം ഭഗവാനോട്, ഭഗവാനെ കാർഡ്സ് വല്ലതും വരുമോ നോക്കാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇതൊന്നും വരുന്നില്ല. ഈ കാർഡ് പറയുന്നത് നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വയ്ക്കണം, ഒരു ജീവിത വീക്ഷണം പോസിറ്റീവ്. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടാവും. 100% നെഗറ്റീവും 100% പോസിറ്റീവും പോസിബിൾ അല്ല, സമ്മിശ്രമാണ്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കാറില്ല, നമ്മൾ എൻജോയ് ചെയ്തങ്ങ് പോകും. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കുറച്ച് രൂക്ഷമാകുമ്പോഴാണ് നമ്മൾ പ്രശ്നങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മളുടെ മുമ്പിലുള്ള സന്തോഷങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പാടില്ല. സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ രണ്ട് സൈഡും കണ്ടുകൊണ്ടിരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാർഡ്സ് എടുത്തേക്കുന്നവർ വളരെയധികം നെഗറ്റീവ് ഔട്ട്ലുക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശുഭാപ്തി വിശ്വാസമില്ലായ്മ, ഒരു ഫ്യൂച്ചറിലൊരു വിശ്വാസമില്ല, അങ്ങനത്തെ ഒരു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനും ഒരു കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറി നല്ല സമയം വരും. അപ്പോൾ ആ ഒരു ചിന്ത, ഇതെല്ലാം മീൻസ് ഓരോ എന്താ പറയുക, ഓരോ സമയങ്ങളാണ്, മാറിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ പ്രോബ്ലങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിക്കണം. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഈ പേഴ്സൻ്റെ ലൈഫ് മാറി, കംപ്ലീറ്റ് ആയിട്ട് മാറി പേഴ്സണൽ ലൈഫ്. സമയം മാറി. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൻ്റെ നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ അല്ല ഈ പേഴ്സൻ്റെ ജീവിത രീതി, ഈ പേഴ്സൻ്റെ വരുമാനം, ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് എല്ലാം മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ സോഡിയാക് സൈൻസ് ആണത്. ഇത് പോസിറ്റീവ് മാറ്റങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത് കേട്ടോ. ക്വീൻ ഓഫ് സ്വേർഡ്സ്. പിന്നെ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതാണ് ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ
ഇൻഡിഫറൻ്റ് ആണ് കാര്യങ്ങളോട്. ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ വശങ്ങളും ആലോചിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുന്ന ഒരാളാണ്. ആ തീരുമാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു എനർജിയും കൂടിയാണത്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. ഈ കൺഫ്യൂഷൻ കാർഡ് റിവേഴ്സ് ആണ് വന്നത്. ഇവിടെ കൺഫ്യൂഷൻ ഇല്ല, തീരുമാനം എടുത്ത് കഴിഞ്ഞു. അതോടുകൂടി നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അവരുടെ ജീവിതം മാറി. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ? എന്താണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ചില സമയത്ത് എന്ത് പറ്റുന്നുണ്ട്, നമ്മളിപ്പം എല്ലാവരും എതിർത്തിട്ട് ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് വിട്ടുകളയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആൾക്കാർ നേരത്തെ പറഞ്ഞതാണ് പ്രശ്നമുണ്ടെന്ന്, എന്നിട്ട് ഞാൻ എടുത്ത തീരുമാനമല്ലേ, അവരെന്ത് പറയും, ഒരു ഈഗോ പ്രശ്നമൊക്കെ വെച്ചിട്ട് ആ നരകത്തിൽ തന്നെ തുടരും. മനസ്സിലായി? അത് തേർഡ് പാർട്ടി കണക്ഷൻ ആയാലും എന്തായാലും അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുക. അപ്പോൾ അവർക്കൊരു അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് പ്രോബ്ലംസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആരെന്ത് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മളുടെ ജീവിതമാണ് വലുത്. അപ്പം നമ്മൾ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പൊ പണ്ടത്തെ പോലെ തേർഡ് പാർട്ടിയോ വളരെ എംപ്രസ് പോലെയാണ്, ഒരു എംപററോ അല്ലെങ്കിൽ എംപ്രസോ പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ ശരിക്കുള്ള സ്വഭാവം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവര് കാണുന്ന പോലെയുള്ള അത്ര വലിയ ശുദ്ധ സ്വഭാവമുള്ള ഒരു എനർജി അല്ല. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു എനർജി, നിസ്വാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ പേഴ്സണെ കണ്ടിരുന്നത്, തേർഡ് പാർട്ടിയെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ലോങ് ടേം ഇവരുമായിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം പ്ലാനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കണക്ഷൻ വിടാനുള്ള സിറ്റുവേഷനിലാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇവരെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ടോറസ് ലീബ്രയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സമയം പൈസ എല്ലാം ഇവിടെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് പൊയ്ക്കോട്ടെ ഇനി. പക്ഷെ അതാണ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതെനിക്ക് ഇനി അവിടെ കണ്ടു. ഇവരുടെ സ്നേഹമെല്ലാം അഭിനയമായിരുന്നു. ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോട് മാത്രമല്ല കണക്ഷൻ ഉണ്ടായിരുന്നത്, പലരുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് വിവാഹം കഴിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വേണ്ടാന്ന് വെക്കുകയാണ്. കാരണം ഇവരുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേ തീരുമാനം തന്നെയാണ്. 2 ഓഫ് പെന്റിക്കിൾസ്, പ്രയോറിറ്റൈസ് ചെയ്യണം, എന്ത് ചെയ്യണം. അപ്പോൾ തീരുമാനം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ എടുത്തിട്ടില്ല അതിനനുസരിച്ചിട്ടുള്ള, കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. തേർഡ് പാർട്ടിയായിട്ടുള്ള ശരിക്കുള്ള സ്വഭാവം കണ്ടെത്തി കഴിഞ്ഞു. ലീബ്ര ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. പൈസീസ്, ടോറസ്, ലീബ്ര, ക്യാൻസർ, ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണുന്നത്. ഇനി തേർഡ് പാർട്ടിയുള്ള നിങ്ങളുടെ പേഴ്സണിന്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, ഒരു ഭയങ്കര സെൽഫിഷ് ആണെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. എല്ലാം നെഗറ്റീവ് ആണ്. പിന്നെയും റിവേഴ്സ് വരുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒട്ടും കൊള്ളില്ല. എല്ലാം അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ നശിച്ചു പോയി. അപ്പോൾ ഇവർ ഭയങ്കര സെൽഫിഷ് ആണെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. തേർഡ് പാർട്ടി ഭയങ്കര സെൽഫിഷ് ആണ്. ഇവരെ ഈ പുറമേ കാണുന്ന പോലത്തെ ഒരാളല്ല. മനസ്സിലായി? ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഇമോഷണലി ഇമ്മച്യൂർഡ് ആണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസെക്യൂരിറ്റി ഉള്ളവരുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒട്ടും മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം
അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവര് ഹാപ്പിനെസ് അവസാനിച്ചു. തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു അട്രാക്ഷൻ, സ്നേഹം എല്ലാം അവസാനിച്ചു. ഇവിടെ ഇവര് മറ്റുള്ളവരുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ പൈസ കണ്ടിട്ട് ജീവിക്കുന്ന ഒരു എനർജിയാണ്. മനസ്സിലായി? ഇപ്പം കടയിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നാണെങ്കിൽ അവർക്ക് ഒരു സാധനം വാങ്ങിക്കണം. കടയിൽ ചെന്നിട്ട് ആ സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ അവർ സാധനം മേടിച്ചിട്ട് ആരെങ്കിലും വിളിച്ച് പറയും ഇന്ന പൈസ ഇന്ന കൊടുത്തേക്കുന്നു, അല്ലെങ്കിൽ ആരുടെയും തലയിൽ ഏൽപ്പിച്ചിട്ട് ഇവർ മുങ്ങിക്കളയും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവർ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ച് ശരിക്കും ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ശുദ്ധഗതിയുള്ള ആളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഇവർ കുറച്ചും കൂടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അട്രാക്റ്റഡ് ആണ് എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത്. പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. നിങ്ങളുടെ പേഴ്സണോട് മാത്രമേ അട്രാക്ഷൻ ഉള്ളൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന പൈസകൾ അവരൊരു സമയമാകുമ്പോൾ തിരിച്ചു കൊടുക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവർ പൈസ വാങ്ങിക്കുന്നല്ലാതെ തിരിച്ചു കൊടുക്കുന്നില്ല നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്, അത് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണിന് ഭയങ്കര ദേഷ്യമുണ്ട്. ലിയോ സോഡിയാക് സൈനാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ എന്താണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. കാരണം നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പുറകെ പോയത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ദുരിതമായിട്ട് വന്നപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ റിലേഷൻഷിപ്പിലേക്ക് പോയത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനുള്ള പുതിയ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പേഴ്സണോട് മിണ്ടില്ലായിരുന്നിരിക്കാം. അപ്പോൾ അത് തിരിച്ച് നിങ്ങളുമായിട്ട് എങ്ങനെ കണക്ഷൻ സംസാരത്തിലേക്ക് വരും. അപ്പോൾ അതൊരു വലിയ, ഇപ്പം നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകരുത്. അപ്പോൾ നിങ്ങളുടെ മൂഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയപ്പോൾ നിങ്ങളുമായിട്ട് വഴക്ക് തർക്കം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ മൂഡിൽ തന്നെയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളോട് പേടിയാണ്. കാരണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും വഴക്കുണ്ടാവും നിങ്ങൾ തമ്മിൽ. സ്നേഹം, അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കില്ല, നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക്, സ്ത്രീകളായാലും പുരുഷനായാലും, നമ്മൾ എന്താണോ കാണിക്കുന്നത് അത് എന്തുകൊണ്ടാണ് കാണിക്കുന്നതെന്ന് അവർക്കറിയില്ല. പക്ഷെ എന്താണോ കാണിക്കുക അത് തന്നെ അവരങ്ങ് എടുക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ പേഴ്സണും. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു തിരിച്ച് സഹകരണത്തോടെ വരണം എന്നുണ്ട്. പക്ഷെ ഇനി വന്നു കഴിഞ്ഞാൽ അത് വഴക്കിലേക്ക് പോകുകയാണെങ്കിൽ അത് ഭയങ്കര തലവേദനയായിട്ട് മാറുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഒരു ടവർ മൊമെൻ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കണം. അപ്പോൾ തിരിച്ച് വന്നൊരു സംഭാഷണമൊക്കെ ഉണ്ടാവണം എന്നുണ്ട്. പക്ഷെ അതിന് സമയമായിട്ടില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. കാരണം നിങ്ങളിപ്പോഴും ദേഷ്യത്തിലാണെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. വഴക്കടിക്കും. നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് വരാത്തത്. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇവിടെ ലിയോ ഉണ്ട്, സ്കോർപിയോ ഉണ്ട് ഇവിടെ. ഇനി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് കണ്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ കിങ് ഓഫ് സ്വേർഡ്സ്. ഇത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്, ഹസ്ബൻഡ് വൈഫാണ് നിങ്ങൾ. അപ്പോൾ ഈ പേഴ്സൺ ഒരു തീരുമാനമെടുക്കും. മനസ്സിലായി? ചിലപ്പോൾ നിങ്ങളുടെ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആരോ, ഫീമെയിൽ എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ആ പേഴ്സണും നിങ്ങൾ മെയിൽ എനർജി, അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു മാരേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഇനിയും സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കണം. ഈ പേഴ്സൺ ഇമോഷണലായിട്ട് പെരുമാറാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് പ്രാക്ടിക്കലായിട്ട് പെരുമാറാനാണ് ഈ പേഴ്സൺ, ലോജിക്കലും പ്രാക്ടിക്കലും. അപ്പോൾ അതിനെ ചിന്തിച്ച് വേണം തീരുമാനം എടുക്കാനായിട്ട്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട്. ഏതാണ് കറക്റ്റ്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയോട് വിട്ടുപോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നില്ലല്ലോ. നിങ്ങളുമായിട്ടും ഹാപ്പി അല്ലെങ്കിൽ പേഴ്സൺ തിരിച്ചു വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് കുറച്ച് ആലോചിക്കേണ്ടി വരും.
എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത്, തേർഡ് പാർട്ടിയും വേണ്ട നിങ്ങളും വേണ്ട, ഒന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് നാൾ ഇരിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം എന്നാണ്. ചിലപ്പോൾ ഒരു യാത്ര പോകാനോ ഒക്കെ ചാൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സൺ ഒരു ഡിസിഷൻ ഉണ്ടാക്കുകയുള്ളൂ. എല്ലാത്തിൽ നിന്നും വിടണം, എല്ലാ കാര്യത്തിൽ നിന്നും വിട്ട് നിൽക്കണം, മനസ്സിലായോ? എന്നിട്ട് ഒരു തീരുമാനം എടുക്കണം. ഒരു കാര്യവും ഈ പേഴ്സണ് തീരുമാനം എടുക്കുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അതിനാണ് ഈ പേഴ്സൺ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ പോകുന്നത്. ഏരീസ്, ലിയോ, സ്കോർപിയോ, ലിയോ, Libra, Pisces, Cancer, Taurus, Libra, Taurus, Leo, Aquarius, Scorpio. ഇത്രയും zodiac sign ആണ് ഇവിടെ കണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. രണ്ടാമത്തെ റീഡിംഗ് ഓറക്കിൾ മെസ്സേജസ് നമുക്ക് നോക്കാം. ഭഗവാൻ ശിവായ. തേർഡ് പാർട്ടി കാരണം ലോ കോൺടാക്റ്റിലേക്ക് പോയ റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. ഇവിടെ ഒരു റീകൺസീലിയേഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാകുമോ? ഇതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഇമോഷണൽ കൺട്രോൾ എന്നൊരു കാർഡ് കാണുന്നുണ്ട്. കർമ്മ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. ഡിവൈൻ വിസ്ഡം, ലിസൺ ടു യുവർ ഇന്നർ വോയിസ്, ഡിസ്ട്രോയർ, എംബ്രേസ് ഫോർഗിവ്നെസ്. ഇനി കാർഡ്സ് വരുമോ നോക്കാം. മൂന്ന് കാർഡാണ് വന്നേക്കുന്നത്. എംബ്രേസ് ഫോർഗിവ്നെസ്, ക്ഷമിക്കാനുള്ള, നമ്മളോടും നമ്മൾ ക്ഷമിക്കണം, നമ്മളോട് തെറ്റിയുന്നവരോടും നമ്മൾ ക്ഷമിക്കണം. അതുപോലെ തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിലൊരു ഉന്നതി വരിക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വലിയൊരു ആപത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, അത് വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. അപ്പം നിങ്ങളോട് ദൈവം സംസാരിക്കുമ്പോൾ നേരെ വന്ന് മുമ്പിലിരുന്നല്ല സംസാരിക്കുക, ദൈവം നിങ്ങൾക്ക് സിഗ്നലുകൾ തരും. അപ്പം അത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. 2 of Wands. ഈ പേഴ്സൺ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോയ്സ്, രണ്ടെന്ന് പറയുമ്പോൾ ശരിക്കും 3 ചോയ്സ് എന്ന് പറയും, പക്ഷെ 2 ചോയ്സ്. ഇതെടുക്കണോ ഇതെടുക്കണോ, നമ്മളതിൽ ഇൻവോൾവ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നപ്പോൾ ഒരു ചോയ്സ് എടുത്തു ഈ പേഴ്സൺ. ഇനി ആ ചോയ്സിന് സംബന്ധിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഗ്ലോബ് കയ്യിലുണ്ട്. ചിലപ്പോൾ ഒരു യാത്ര പുറപ്പെടാനുള്ള ചാൻസ് ഉണ്ടാവാം. ചിലപ്പോൾ എബ്രോഡ് ആയിരിക്കാം ഈ പേഴ്സൺ. അപ്പോൾ ഒരു യാത്ര പുറപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ്റെ അതിനുള്ള പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ പ്ലാൻ ചെയ്ത് അതിനെ ഇറങ്ങിത്തിരിക്കണം, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. നൊസ്റ്റാൾജിയാണ്. പഴയ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിലും നൊസ്റ്റാൾജി ഉണ്ടെങ്കിലും അതിനകത്ത് ഇമോഷണലായി അതിനകത്ത് മുങ്ങിത്താഴാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്താൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. 8 of Cups റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ നൊസ്റ്റാൾജി ഉണ്ട് ഈ പേഴ്സണ്, പക്ഷെ അതിനകത്ത് ഇമോഷണലി അങ്ങോട്ട് മുങ്ങിത്താഴാൻ ആഗ്രഹിക്കുന്നില്ല. അത് പക്ഷേ ആ പേഴ്സൻ്റെ ഡിസിഷൻ എടുക്കുന്നതിൽ കുറച്ചൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പഴയ കാര്യങ്ങൾ, ആരോ ആയിട്ടുള്ള ബന്ധങ്ങൾ, മനസ്സിലായോ? അതിനെക്കുറിച്ച് അതിന് നല്ല ഓർമ്മകൾ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക്
അടുത്ത ചോദ്യം ചോദിക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഒരു പുതിയൊരു ഓഫർ. ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ ഇപ്പോൾ ആക്ഷനൊന്നും നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നില്ല, ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ ശ്രദ്ധിച്ച് അതിനെ പഠിക്കുകയാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓഫർ കൊടുക്കണം എന്നുണ്ട് തേർഡ് പാർട്ടിക്ക്, പക്ഷേ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം, ആലോചിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഹാർമണി കൊണ്ടുവരണം. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലൊരു ഒരു എന്താ പറയുക, കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം എടുത്തു ചാടി ഒന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും ഈ തേർഡ് പാർട്ടിയും ഒപ്പം പഠിച്ചവരാണോ? അതുകൊണ്ടാണ് ആ നൊസ്റ്റാൾജി അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇമോഷണലായിട്ട് കാര്യം ചാടിക്കയറി അവിടെ ഒരു ഡിസിഷൻ മീൻസ് കാര്യങ്ങൾ പ്രവർത്തിക്കാതെ ഒരു തീരുമാനം അങ്ങോട്ട് മീൻസ് തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല. അതിലെല്ലാത്തിലും ഒന്ന് സെറ്റ് ആയാൽ മാത്രമേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. വെയിറ്റിങ്ങിലാണ്. അവിടെ നിന്ന് എന്തോ ഒരു സിറ്റുവേഷൻ വരണം. അപ്പോൾ തേർഡ് പാർട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളഞ്ഞിട്ടില്ല, ആലോചനയിലാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് വളരെ പ്രൊട്ടക്റ്റീവാണ് ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ. ഇത് മുമ്പേ പരിചയമുള്ള 2 പേരാണ് കേട്ടോ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും തേർഡ് പാർട്ടി ഈ പേഴ്സണുമായിട്ട് ഇപ്പോഴും അട്രാക്റ്റഡ് ആണോ എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അതറിയാനുള്ള വെയിറ്റിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ തൽക്കാലത്തേക്ക് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. തേർഡ് പാർട്ടി കുറച്ച് ഉഴപ്പായ എനർജിയാണ്, പക്ഷെ നിങ്ങളുടെ പേഴ്സണോട് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു തേർഡ് പാർട്ടിക്ക്. പക്ഷെ ആ സെയിം ഫീലിംഗ് ഇപ്പോഴും ഉണ്ടോ തേർഡ് പാർട്ടിക്ക് എന്ന് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ പ്രാക്ടിക്കലായ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുകൂലമായ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാകുമോ എന്നൊരു തീരുമാനം ആയിട്ടില്ല. ലിയോ സാജിറ്റേറിയസ് ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആണ്. ഇവർ ഭയങ്കര പ്രാക്ടിക്കലായ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. ഇവർക്ക് ജോലിയുള്ള ആളാണ്. ചിലപ്പോൾ ഡിവോഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് ആയിരിക്കാം, കുട്ടികളുള്ളതാണ്. അപ്പോൾ വീടൊക്കെ നന്നായിട്ട് നോക്കുന്ന, ജോലിയും അതുപോലെ തന്നെ ഒരേപോലെ നടക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കാണുന്നത് അങ്ങനെയാണ്. വളരെ കെയറിങ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ കരിയറിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടി അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര എക്സൈറ്റഡ് ആണ് തേർഡ് പാർട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ കേട്ടോ. അവരെ ഭയങ്കര ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അവരങ്ങനെ ഭയങ്കര പെട്ടെന്നൊന്നും പൊട്ടിത്തെറിക്കില്ല. ഒരു കാര്യം ചോദിച്ചാൽ വളരെ ആലോചിച്ച് സംസാരിക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. കുറച്ച് ഷൈ ആയ ഒരു എനർജിയാണ് എന്നാണ് പറയുന്നത്. ടു ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ വിശ്വാസം. അപ്പോൾ അത് പണ്ട് മുതലേ ഉള്ള എന്തോ ഒരു കാരണം കൊണ്ടാണ് ഇവരുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാതിരുന്നത്. അപ്പോൾ ഇത് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനല്ല ഇവരുടെ കാര്യത്തിൽ കേട്ടോ. വിവാഹത്തിൻ്റെ കാര്യം പോലും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ തൽക്കാലത്തേക്ക്
അപ്പോൾ പണ്ടെങ്ങോ ഇവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പണ്ടെങ്ങോ നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കണമെന്ന് തേർഡ് പാർട്ടി വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് നടന്നില്ല. നിങ്ങളുടെ പേഴ്സണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവരെ നന്നായിട്ട് നോക്കണം, അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവരോടൊരു സിമ്പതി മാത്രമല്ല, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരോട് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് തേർഡ് പേഴ്സൺ പറയുന്നില്ല, പക്ഷെ ഉദ്ദേശം ഇതാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ? നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. നിങ്ങളോട് സ്നേഹമില്ല ഈ പേഴ്സണ്. നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നില്ല. സ്നേഹിച്ചിരുന്നു ഒരു കാലത്ത്, പക്ഷെ അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ പേഴ്സണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങളോട് സംസാരിക്കണം ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്നുണ്ട്. നിങ്ങളോട് സ്നേഹമില്ലാത്ത കാര്യവും നിങ്ങളുടെ പേഴ്സണ് പറയണമെന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നും അയാൾ നമ്മളെ സ്നേഹിക്കണമെന്നില്ല. മനസ്സിലായി? നമ്മളോടുള്ള സ്നേഹം ചിലപ്പോൾ അതുപോലെ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുള്ള സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. കാരണം മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന അറിവുകളും മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കും ഓരോ നിമിഷവും. മനസ്സിലായി? ഈ സമയത്ത് നല്ലത്, ശരിയാണ്, ബെസ്റ്റാണെന്ന് നമുക്ക് തോന്നുന്ന കാര്യം ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടാന്ന് തോന്നാം. മനസ്സിലായി? അത് മനുഷ്യൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഈ പേഴ്സണ് പ്രശ്നമില്ല. അതാണ്. നിങ്ങൾ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകാൻ പേഴ്സൺ സമ്മതിച്ചില്ലെങ്കിലും അത് പേഴ്സണെ ബാധിക്കുന്നില്ല എന്നാണ് പേഴ്സൺ പറയുന്നത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷനാണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട്. അക്വയറിയസ് എറീസ് ആണത്. മദർ ഓഫ് വോൺസ്. നിങ്ങൾ പറയുന്നുണ്ടാവും തേർഡ് പാർട്ടി കൊള്ളില്ല. തേർഡ് പാർട്ടിക്ക് ഒരു കുട്ടിയുണ്ട്. അതോ നിങ്ങൾക്കാണ് കുട്ടിയുള്ളത്? ഇവിടെ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സൺ കാണുന്നത് വളരെ റൂഡായ, വളരെ സെൽഫിഷായ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് വഴക്കിടാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ഫൈറ്റ് വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെ പീസ്ഫുൾ ആണ് ഇപ്പോൾ. മനസ്സിലായി? അപ്പോൾ അതിന് നമ്മൾ ഈ BP കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? പിന്നെ നമ്മൾ ഫൈറ്റിലും നെഗറ്റീവായ കാര്യങ്ങളൊന്നും ചിന്തിക്കാനാകും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനോ നമ്മളുടെ പ്രഷർ കൂട്ടുന്ന ആളുകളോട് സംസാരിക്കാനോ നമ്മൾ നോക്കില്ല. അപ്പോൾ ഇതുപോലെ ഈ പേഴ്സൺ അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ കാണാനും സംസാരിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്, വളരെ പീസ്ഫുൾ ആണ്. തേർഡ് പാർട്ടി യെസ് പറഞ്ഞാൽ റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലിരിക്കുകയാണ്. അപ്പം നിങ്ങളോടുള്ള സ്നേഹമെല്ലാം നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ നിന്ന് പോയി. ഇനി ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ഈ പേഴ്സണ് നിങ്ങൾ ഇപ്പോൾ ബാധകമല്ല എന്നൊരു സിറ്റുവേഷനാണ്. കഷ്ടമാണ്, എന്നാലും അതാണ് സിറ്റുവേഷൻ ഇപ്പോൾ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്, എങ്ങോട്ടാണ് സിറ്റുവേഷൻ പോകുന്നത്? ഒരു കോമ്പറ്റീഷൻ, ഒരു ഫൈറ്റിലേക്കാണ് പോകുന്നത്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വന്ന ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പേഴ്സൺ വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ ഭയങ്കര പാഷനറ്റ് ആണ്. ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ ഇവിടെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിട്ടേൺ കിട്ടുമെന്ന് ഷുവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ തൽക്കാലത്തേക്ക് തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ നിങ്ങളുടെ പേഴ്സണ് കിട്ടില്ല, കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിലും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് പാഷനറ്റ് ആണ്, ഫൈറ്റ് ഉണ്ടാവും, ഭയങ്കര സ്ട്രഗിളിംഗ് ആണ്. എന്നാലും ഇവിടെ ഒരു കൺഫർമേഷൻ, ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കൺഫേംഡ് റിലേഷൻഷിപ്പ് ഒന്നും പോസിബിൾ അല്ല. കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഈ തേർഡ് പാർട്ടി അവർ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആണ്. അവർക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണെ വിവാഹം കഴിക്കാൻ അവർ സമ്മതിക്കാൻ ചാൻസ് കുറവാണ്. അതിനുവേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഫൈറ്റ് ചെയ്യും. പക്ഷേ
അങ്ങോട്ട് എത്താൻ പറ്റില്ല. ഹാർട്ട് ബ്രേക്കും അതും ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് വലിയ കാര്യങ്ങൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു കണക്ഷൻ അത്ര സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് കുറവാണ് നിങ്ങളുടെ പേഴ്സൺ എത്ര ട്രൈ ചെയ്താലും. കാരണം അവർ കുറച്ചും കൂടെ സെൻസിബിൾ ആയ ഒരു എനർജി ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ പക്ഷെ വിടില്ല അങ്ങനെ എങ്ങനെയൊന്നും. കുറേ നാൾ ഇത് തന്നെ പോവും, ഇങ്ങനെ തന്നെ പോവും. Virgo, Taurus, Leo, Sagittarius, ഇതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് ഭഗവാനെ. കാർഡ് വീഴുന്നില്ല, നമുക്ക് നോക്കാം. കാർഡ് മറിയണം, എന്നാലേ ഞാൻ എടുക്കുള്ളൂ. ഭഗവാനെ വീണിട്ട് തിരിച്ചു പോയി. എത്ര നേരം വേണമെങ്കിലും ഞാൻ ഷഫിൾ ചെയ്യും. എനിക്ക് കാർഡ് വീഴണം, അത് മറിഞ്ഞ് വീണാൽ ഞാൻ എടുക്കില്ല ഭഗവാൻ. എനിക്ക് കാർഡ് മറിഞ്ഞ് ആവണം, അല്ല കാറ്റ് തിരിയുന്നില്ല, എല്ലാം ഇങ്ങനെ തന്നെ വീഴുന്നത്. എന്തോ കാര്യമുണ്ട്, നോക്കട്ടെ. എൻ്റെ അവസാനം ശിവായ ശിവായ. ഓക്കെ, ഹാർനസ് ദ പവർ ഓഫ് രുദ്ര മന്ത്ര. മറ്റുള്ളവർ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർ വില തരണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലും നിങ്ങൾ ദൈവത്തിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ രുദ്രമന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും രുദ്രമന്ത്രം ജപിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ ഈ അതാത് വിശ്വാസങ്ങളിലുള്ളവർ അതാത് വിശ്വാസം, നിങ്ങൾ ആരിലാണ് വിശ്വാസമുള്ള ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ ശക്തിയോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്നൊരു തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കാതെ ദൈവം തരുമെന്ന് പ്രതീക്ഷിക്കണം. അത് രണ്ടാമത്തെ കാർഡ്. മൂന്നാമത്തെ കാർഡ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. നിങ്ങളെ കൊണ്ട് തന്നെത്താനെ ഇത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. ഭഗവാനെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി 2 ഓഫ് സ്വേർഡ്സ്. 2 ഓഫ് സ്വേർഡ്സ് വളരെ ഡിഫിക്കൽട്ടായൊരു ഡിസിഷനാണ്. 2 എപ്പോഴും ഒരു ചോയ്സാണ്. അപ്പോൾ ഡിഫിക്കൽട്ടായൊരു ഡിസിഷനാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ കാര്യമായിട്ട് ഒരു കാര്യവും ഈ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കണം അങ്ങനെയുള്ളൊരു ഡിസിഷനാണ് ഈ പേഴ്സൺ ചെയ്യാൻ പോകുന്നത്. പിന്നീട് കുറ്റബോധമോ പിന്നീട് അയ്യോ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവാതെയാണ് തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്.
കാർഡ്സ് എങ്ങനെ റിവേഴ്സ് വരുന്നത്? ഞാൻ റിവേഴ്സ് നേരെ ആക്കി വരുമ്പോൾ പിന്നെയും അത് റിവേഴ്സ് ആവും. ഒരു പ്രത്യേക ടൈപ്പ് പരിപാടിയാണ്, അതൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും ആവട്ടെ. ഭഗവാനെ. നൈറ്റ് ഓഫ് കപ്സും സ്ട്രെങ്ത് റിവേഴ്സുമാണ്. അപ്പോൾ ഈ പേഴ്സൺ ഇതൊരു ഹോളിഡേ റൊമാൻസ് ആണ്, ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ഇതിൻ്റെ വരും വരായികകളെ കുറിച്ചിട്ടാണ് ഈ പേഴ്സൺ ഒരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ ഇപ്പോൾ ധൈര്യമില്ല ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഫ്രഷ് സിറ്റുവേഷൻ വരാൻ പോകുന്നത്, ഞാനിതെങ്ങനെ രക്ഷപ്പെടും, ഞാനിതെങ്ങനെ ആരും അറിയാതെ കൊണ്ടുപോകും എന്നൊക്കെ ഒരു ധൈര്യമില്ല ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യമില്ല. ലിയോ സോഡിയക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോയിരിക്കുന്ന റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ പേഴ്സൺ ഭയങ്കര പിശുക്കായിട്ടാണ് പെരുമാറുന്നത്, പിശുക്കിയായിട്ടോ പെരുമാറുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന പൈസ എല്ലാം കുറഞ്ഞിട്ടുണ്ടാവാം, മനസ്സിലായി? ഇപ്പൊ ഈ പൈസ സേവ് ചെയ്യണാണ് പേഴ്സൺ. അപ്പോ ചില സമയത്ത് എനിക്ക് റീഡിങ് വരുമ്പോൾ വൈഫുമാർ പറയും, പൊതുവെ അങ്ങനെയാണ് വരാറ്. അതുകൊണ്ട് ഞാൻ ആരെയും ജെൻഡർ ബയസ്ഡ് ആയിട്ട് പറഞ്ഞതല്ല. അവർ ഭാര്യമാരാണ്, ഭർത്താക്കന്മാർ പൈസ തരുന്നില്ല, തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ പൈസ എന്നൊരു സംശയം ചോദിക്കാറുണ്ട്. പക്ഷേ ചില ആളുകൾ അവർ നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലും മാത്രമേ നമുക്ക് പൈസ തരാം. അത് തേർഡ് പാർട്ടിക്കും കൊടുക്കണം എന്നില്ല. അവർ ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് പൈസ മേടിക്കുന്നവരായിരിക്കും അവരുടെ ഭർത്താക്കന്മാർ. പക്ഷേ ഭാര്യമാർ എപ്പോഴും സംശയം വരും, ഇത് തേർഡ് പാർട്ടി കൊണ്ടുപോകുന്നുണ്ടോ ഭർത്താവിൻ്റെ പൈസ, ശമ്പളം കൊണ്ടുപോകുന്നുണ്ടോ എന്ന്. അത് ഇവിടെ ഈ പേഴ്സൺ പിശുക്ക് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പൈസ ആർക്കും കൊടുക്കുന്നില്ല, തേർഡ് പാർട്ടിക്കും കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ സ്വരൂപിക്കുകയാണ് പൈസ ഈ പേഴ്സൺ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ട്രാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ പേഴ്സൺ ഒളിച്ചു വെക്കുന്നുണ്ട് ഈ പേഴ്സണിന്റെ സമ്പാദ്യം. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ മുമ്പിൽ പേഴ്സൺ ഭയങ്കര ഇമോഷണലി ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിലും തേർഡ് പാർട്ടിയുടെ മുമ്പിൽ ഈ പേഴ്സൺ നല്ലോണം അഭിനയിക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം തേർഡ് പാർട്ടിയെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. ഈ പേഴ്സണിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് പേടിയുണ്ട്, ഒരു ട്രാപ്പ് ചെയ്ത പോലെയാണ് നിങ്ങളുടെ പേഴ്സണോടെ ഫീലിംഗ് ഉള്ളത്. പക്ഷേ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള നല്ല സമയങ്ങളൊന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് വേണ്ടാന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഒരു സന്തോഷത്തിന് വേണ്ടി റിലേഷൻഷിപ്പിലേക്ക് പോയെങ്കിലും പണം നഷ്ടം കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ തേർഡ് പാർട്ടിക്ക് പൈസ കൊടുക്കില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അതിനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് ഈ പേഴ്സൺ പുറമെ ഭയങ്കര അഭിനയമാണ് ചെയ്യുന്നത്. ലിയോ ഉണ്ട് ഇവിടെ, വേറെ ആരുമില്ല. ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെ പറ്റിച്ചിട്ട് അങ്ങോട്ട് പോയത് കൊണ്ടാണ് ഇവിടെ പ്രശ്നമായത്. അപ്പം നിങ്ങളോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ ഇത്ര സ്പോയിൽഡ്. അപ്പോൾ ഒരു അങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ട്, ഒരു അവയർനെസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അതുപോലെ തന്നെ തേർഡ് പാർട്ടി എന്താ പറയുക, തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങളുടെ ഇതിനെങ്ങനെ പുറത്ത് കടക്കാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തൊരു എനർജിയാണ്. അവർ നിങ്ങളുടെ പേഴ്സണിൻ്റെ പൈസയാണ് അടിച്ചു പൊളിച്ച് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇത് മനസ്സിലായത് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ രഹസ്യമായിട്ട് ഇവിടെ നിന്ന് ചാടാനാണ് ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കാപ്രിക്കോൺ ഡെവൽ എനർജി കാണിക്കുന്നുണ്ടോ? ഭയങ്കര ടോക്സിക് ആണ് തേർഡ് പാർട്ടി.
അപ്പോൾ നിങ്ങൾ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒരു ഡെബിളായിട്ടാണ് കാണുന്നത്, ഒരു ഭയങ്കര ടോക്സിക് ആയ ഒരു സർപ്പമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് തേർഡ് പാർട്ടിയോട് പറയുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രം ഭയങ്കര മനസ്സിൽ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ തേർഡ് പാർട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. സീക്രട്ടായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നൂലാമാലയാവും അത്. കാരണം ഇവിടെ നിന്ന് പോരുമ്പോൾ നമ്മൾ എന്ത് ലീഗലായിട്ട് സിറ്റുവേഷനിലേക്ക് എന്തിലേക്ക് പോയാലും അത് അങ്ങനെ നമുക്ക് ഒളിച്ച് നടക്കാൻ പറ്റില്ല. അത് ഇല്ലാതാക്കണം. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണൽ തലവേദനയാണ്. രഹസ്യമായിട്ട് വിവാഹം നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനത്തെ പണിക്ക് പോയതാക്കറിയാം. ഏതായാലും സ്കോർപിയോ, കാപ്രിക്കോൺ, ക്യാൻസർ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. ഇനി നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഒരു നഷ്ടബോധമുണ്ട്. അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സണ് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പം തൽക്കാലത്തേക്ക് ഒറ്റയ്ക്ക്, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായ ചിലപ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസ് അങ്ങോട്ട് കാണിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞവരായി. ചിലർ ഭയങ്കര ഇമോഷണലാണ്, ചിലർ സ്നേഹം മറച്ചു വെക്കുന്നവർ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സൻ്റെ ആവശ്യഘട്ടങ്ങളിൽ തേർഡ് പാർട്ടി അവൈലബിൾ ആയിരുന്നെങ്കിലും നിങ്ങൾ അവൈലബിൾ ആയിരുന്നില്ല. ഈ പേഴ്സണ് കാര്യങ്ങൾ തുറന്ന് പറയാനും എല്ലാം ഒരാൾ വേണമായിരുന്നു. അത് തേർഡ് പാർട്ടിയാണ് പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ. അതുകൊണ്ടാണ് അവർ ആ ഒരു തെറ്റിദ്ധാരണയിലാണ് റിലേഷൻഷിപ്പിലേക്ക് പോയത് നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്നതിൽ ഒരു എടുത്തുചാട്ടമായി പോയി നിങ്ങളുടെ അടുത്ത് നിന്ന് പോയത് നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗ്യം എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല സൈഡിലേക്ക് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബഹളമാകുമോ, വഴക്കുണ്ടാകുമോ എന്നൊരു പേടിയുണ്ട്. കാരണം നിങ്ങളെ ചതിച്ചിട്ടാണല്ലോ നിങ്ങളുടെ പേഴ്സൺ പോയത്. അപ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. പക്ഷെ നിങ്ങളിൽ നിന്ന് അകന്നതിൽ ഈ പേഴ്സണ് ഭയങ്കര വിഷമമുണ്ട്, സങ്കടമുണ്ട്. ക്യാൻസർ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ജെമിനായി. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് ഇവിടെ? നിങ്ങൾ കരിയർ ഉള്ള ആളാണോ? എന്തായാലും നിങ്ങൾ വളരെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് നിങ്ങളാവാനാണ് വഴി. അപ്പോൾ നിങ്ങൾ കൂടുതൽ കരിയർ ബേസ്ഡ് ആളായിരിക്കും. കരിയറിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന, കരിയർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. കരിയറിന് കൂടുതൽ സമയം ചിലവാക്കുന്ന ഒരാളായിരിക്കാം. ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കര സ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയത് ഇതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണേക്കാളും കൂടുതൽ പൈസ നിങ്ങളെപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ നിങ്ങൾ പൈസ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, ഈ പേഴ്സൺ ഇല്ല കഴിവ്. അപ്പോൾ മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾക്ക് ഈ പേഴ്സണ് സംശയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണോട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല. കൂടുതലും പൈസ ഉണ്ടാക്കുന്ന കാര്യം അല്ലെങ്കിൽ ജോലി കാര്യത്തിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവില്ല. ഇത് ഡെത്ത് കാർഡ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ രണ്ടുപേരും ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്താലും ഈ റിലേഷൻഷിപ്പ് നോ കോണ്ടാക്റ്റിലാണ് ഇപ്പോൾ പോയെങ്കിൽ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. ഇത് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോവില്ല. ഈ റിലേഷൻഷിപ്പ് വീണ്ടും റീകൺസൈൽ ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ നിങ്ങളുമായിട്ട്. സാജിറ്റേറിയസ്, സ്കോർപിയോ, തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ പോകും. പക്ഷെ ആ മാരേജ് എന്ത് ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ തലവേദനയാവാൻ പോകുന്നത്. അത് ചിലപ്പോൾ ഒരു വാശിപ്പുറത്ത് കല്യാണം കഴിച്ചതായിരിക്കാം. എന്തായാലും ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടുകൂടി റീഡിങ് ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ടേക്ക് കെയർ.